ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിളയുടെ തീരങ്ങളിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മഹാക്ഷേത്രം അഞ്ചുമൂല ഇരട്ടയപ്പൻ ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ചെറുകുടങ്ങാട് ഇരട്ടയപ്പൻ ക്ഷേത്രം 3000-ഓളം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്ന പുരാതന ശിവക്ഷേത്രം. ഇരട്ടയപ്പൻ പേരിലെ വൈവിധ്യം ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്കുമുണ്ട്. ശ്രീകോവിലിൽ ഇരട്ട പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിൽ. മഹാദേവൻ, ദക്ഷിണാമൂർത്തി, ഉപദേവന്മാരായി ചുറ്റമ്പലത്തിൽ ഗണപതിയും പുറത്ത് അയ്യപ്പനും. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് പരുതൂർ അഞ്ചുമൂല എന്ന ഗ്രാമത്തിലാണ് ഈ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഏകദേശം 6 മാസത്തോളം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രം പ്രത്യേക അനുഭവം തന്നെയാണ് ഭക്തർക്ക് നൽകുന്നത്. നമസ്കാരം. ചെറുകുണങ്ങാട് ഇരട്ടപ്പൻ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറയുകയാണെന്നുവെച്ചെങ്കിൽ 3000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. പ്രശ്നമപ്പിലടക്കം വട്ടശ്രീകോവിലാണ്. ഒരേ പീഠത്തിൽ 2 പ്രതിഷ്ഠയാണുള്ളത്. ദക്ഷിണാമൂർത്തിയും മഹാദേവനും തത്തുല്യമായിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് കാലം ജീർണോദ്ധാരത്തിൽപ്പെട്ടു. ഇപ്പോൾ ഉള്ളത് 2012 മെയ് 20-ാണ് രാജീവ്ജി അഗസ്ത്യമല എന്ന മാർഗദർശി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതും അവിടുന്ന് ഇങ്ങോട്ടാണ് ഇതിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നത്. നാട്ടുകാരിൽ എല്ലാ ആളുകളും ഒന്നിച്ചു നിന്ന് നമ്മൾ ഈ ക്ഷേത്രം ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലെത്തി. 2012 തുടങ്ങിയിട്ട് 2013 അയ്യപ്പൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞു. 2017 ആണ് മഹാദേവൻ്റെയും ദക്ഷിണാമൂർത്തിയുടെയും പ്രതിഷ്ഠ കഴിയുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒറ്റക്കല്ലിൽ തീർത്ത കൊടിമരമാണ്. 42 അടി ഹൈറ്റാണ് കൊടിമരത്തിനുള്ളത്. പിന്നീട് എന്നുള്ളത് എന്താ വെച്ചാൽ കൊട്ടിയൂരിൽ നിന്നുള്ള ഒഴുകുശിലയാണ് ഇവിടെ പ്രതിഷ്ഠ.
അത് കൊട്ടിയൂരിൽ നിന്ന് തന്നെ എടുക്കണം എന്നുള്ളൊരു ദേവ പ്രശ്നത്തിൽ ആ വിധി പ്രകാരമാണ് നമ്മൾ അത് പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. വേറൊന്നും എന്താ വെച്ചാൽ വർഷത്തിൽ ഒരിക്കൽ പ്രകൃതിയാൽ വന്ന് അഭിഷേകം ചെയ്തു പോകും എന്നാണ് പ്രശ്നവിധിയാൽ തെളിഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഈ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് 2-3 തവണ ക്ഷേത്രം പൂർണ്ണമായിട്ട് വെള്ളത്തിലാവുന്ന ഒരു രീതി കണ്ടു. 3 തവണ പ്രകൃതിയാൽ വന്ന് അഭിഷേകം ചെയ്തു പോയി എന്ന് പറയാം. ഇവിടുത്തെ വഴിപാടിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ പൂജയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട്. എന്താ പിറന്നാൾക്ക് വരുന്ന പൂജ, വർഷത്തിൽ ഒരിക്കലാണ് പൂജ കഴിക്കുക ഒരു വ്യക്തിയുടെ പേരിൽ. അത് പിറന്നാൾക്കാവും മിക്കവാറും എല്ലാ ആളുകളും കഴിക്കാം. പഠിക്കുന്ന കുട്ടികൾക്കാണ് ദക്ഷിണാമൂർത്തിക്ക് പൂജ കഴിക്കുന്നത്, മഹാദേവന്. അവർക്ക് പ്രത്യേകത ആയിട്ട് കൂടും പഠനത്തിന്. പിന്നെ അയ്യപ്പൻ്റെ കാര്യം പറയണ കാര്യസിദ്ധ്യത്തിന് അയ്യപ്പൻ, അതാണ് അയ്യപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. അപ്പവും അടയും നേദിക്കുക എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. നിർമ്മടം മഠാധിപതി കേശവാനന്ദ ഭാരതി സ്വാമിയാർ 65 ദിവസം ഇവിടെ ചാതുർമാസ്യ സത്രം നടത്തി. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ, അദ്ദേഹം ഇവിടെ ദർശനം നടത്താറുണ്ട്. 2012 ക്ഷേത്രം ഈ കമ്മിറ്റി ഏറ്റെടുക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് രാജുവേട്ടൻ വന്നിട്ടാണ് ഞങ്ങളിത് ചുറ്റമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് ബലിക്കല്ലൊന്നും കണ്ടിരുന്നില്ല, ആകെ മണ്ണാൽ മൂടപ്പെട്ടിരുന്നു. പിന്നെ ഞങ്ങൾ മാന്തിയിട്ടുള്ള ഇവിടെ വന്ന് ശ്രീകോവിലിൻ്റെ കട്ടലോപ്പാണ് തെക്കേമഠം മൂപ്പിൽ സ്വാമി കട്ടല വയ്ക്കുന്നത്. ഇത് തന്ത്രി ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി, ഇത് ഞങ്ങളെ രാജീവേട്ടൻ. പിന്നെ അത് കഴിഞ്ഞുള്ള പുനരുദ്ധാരണത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഉള്ള ശ്രീകോവിൽ ത്തിൻ്റെ തറക്കല്ലിടാണ് മാളികപ്പുറം മേൽശാന്തി, മുൻ മേൽശാന്തി മനോജ് എം. ഇതാണ് ഇതിൻ്റെ ഒരു കാറ്റലോഗ്. ഇരട്ടയപ്പൻ ക്ഷേത്രത്തെ തികച്ചും വ്യത്യസ്തമാക്കുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ്. ഈ കാണുന്നതാണ് ഇരട്ടയപ്പൻ ക്ഷേത്രത്തിലെ ഉപദേവതയായ അയ്യപ്പ ക്ഷേത്രം. വ്യത്യസ്തമായ വാസ്തുശൈലിയിൽ നിർമ്മിച്ചെടുത്ത ക്ഷേത്ര ഗോപുരമാണ് അയ്യപ്പൻ്റേത്. ഇരട്ടയപ്പൻ ക്ഷേത്രവിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ ക്ഷേത്ര വീഡിയോകളുമായി വീണ്ടും കാണാം. മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.